എന്ത് രോഗം വന്നാലും അത് മരുന്ന് കഴിച്ചത് മാറ്റാം എന്നുള്ളൊരു ചിന്തയാണ് ധാരാളം പേരിലുള്ളത്. പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കാനും എക്സസൈസുകളൊന്നും ചെയ്യാനും താല്പര്യമില്ലാത്ത കാര്യത്തിലാണ് കൂടുതൽ ഇങ്ങനെ കണ്ടുവരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഇപ്പോൾ ഒരു ചെറിയ ജലദോഷം വരിക, ഒരു പനി വരിക, അങ്ങനെ വരുന്ന സമയത്ത് പലരും മരുന്ന് കഴിച്ച് അതിനെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. നിരന്തരമായ പാരസെറ്റമോളും അതുപോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മരുന്ന് മാത്രം കഴിച്ച് ഇതിനെ പൂർണ്ണമായും മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ആരും കരുതരുത്. കാര്യം അതൊരു സ്ഥായിയായ കാര്യമല്ല. പലപ്പോഴും മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് പോകുന്നതിൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് നോക്കാം. ഒരു 20 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളിന്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ നിരവധി ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ഇതിനോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ ഡയബറ്റീസിനാണ് ഒരാൾ മരുന്ന് കഴിക്കുന്നതെങ്കിൽ ആ ഡയബറ്റീസിൻ അളവ് പരമാവധി മരുന്ന് കഴിക്കാതെ എത്രത്തോളം കുറച്ചെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. അതുപോലെ എക്സസൈസ്, ഭക്ഷണ ക്രമീകരണം, അത് അനുബന്ധ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ട് മരുന്നിന്റെ അളവ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കി അത്രത്തോളം അളവ് കുറച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനം. പായസം കഴിക്കുക, ജിലേബി കഴിക്കുക ഒക്കെ കഴിച്ചതിന് ശേഷം ഡയബറ്റീസിന്റെ 1-2 ഗുളികൾ കൂടുതൽ കഴിക്കുന്നവരെ കണ്ടിട്ടില്ലേ? എന്റെ അനുഭവത്തിൽ ഞാൻ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അതിനൊരു പ്രതിവിധിയല്ല. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം, അളവ് മനസ്സിലാക്കി കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇത് കഴിച്ചതിന് ശേഷം അതിനെ കവർ ചെയ്യാൻ വേണ്ടി മരുന്ന് കഴിക്കുക എന്നുള്ളത് ഒരു സ്ഥായിയായ കാര്യമല്ല എന്നുള്ളത് ചിന്തിക്കണം. ഈ മരുന്നുകൾ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഈ ശരീരം എത്രത്തോളം എഫേർട്ട് എടുത്താണ് ഈ മരുന്നിനെ ദഹിപ്പിക്കുകയും അല്ല അതിന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇതിന്റെ എല്ലാം മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടി ശരീരം എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇരുന്നാൽ മരുന്നിന്റെ അളവ് പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ ആരോഗ്യകരമായിട്ട് ജീവിക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രായം കൂടുന്തോറും അല്ലെ വർഷം കൂടുന്തോറും ഈ മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു പോകുന്നവർക്ക് ഭാവിയിൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. 10, 15, 20 വർഷമായി സ്ഥിരമായിട്ട് പല രോഗങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവർ, പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല, എന്ത് രോഗം വന്നാലും മരുന്ന് മാത്രം കഴിച്ചു പോകുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊരു വെറുതെ പറയുന്നതല്ല. ഞാൻ പലരെയും കാണുന്നതിലൂടെയും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പല പേഷ്യൻസിന്റെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലൂടെയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വിസ്ഡമാണ് അല്ലെങ്കിൽ നോളജാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നത് നിർത്തുക, അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിൽ പ്രതിരോധിച്ച് മുമ്പോട്ട് പോവുകയാണ് വളരെ നല്ല ഒരു അളവ് വരെ ഇതിനെ കാര്യമായിട്ട്, അതായത് ആരോഗ്യം കാര്യമായിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. താങ്ക് യു.